രാജ്യത്തിന്റെ സൈനിക ശക്തി വിളിച്ചോതി 77ാമത് കരസേനാ ദിന പരേഡ് പുനെയിൽ നടന്നു. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യ സേനയിൽ ഉറപ്പാക്കുന്നതിന്റെ ഉദാഹരണങ്ങൾ ഇത്തവണത്തെ പരേഡിലുണ്ടായിരുന്നു. ഏതു വെല്ലുവിളിയും നേരിടാൻ സേന സജ്ജമെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. रोबोटिक म्यूल्स का इस्तेमाल भारतीय सेना द्वारा मुश्किल इलाकों में लॉजिस्टिक एवं इंटेलिजेंस सपोर्ट के अलावा ऑपरेशनल मिशन അടിവെച്ചടിവെച്ച് നീങ്ങുന്ന റോബോട്ടുകൾ, AI ഡ്രോണുകൾ, അങ്ങനെ സാങ്കേതിക വിദ്യയുടെ സഹായത്തിൽ കരുത്തു കൂട്ടുകയാണ് കരസേന. പൂനെയിലെ സദേൺ ആർമി കമാൻഡ് ആസ്ഥാനത്ത് നടന്ന പരേഡ് രാജ്യത്തെ ജനതയ്ക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. സ്വതന്ത്ര ഭാരതത്തിൽ ഭാരതീയനായ ആദ്യ സേനാ മേധാവിയായി ഫീൽഡ് മാർഷൽ KM കരിയപ്പ ചുമതലയേറ്റതിന്റെ വാർഷികമാണ് കരസേനാ ദിനം. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അഭിവാദ്യം സ്വീകരിച്ചു. വടക്കൻ അതിർത്തിയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സൈന്യം പൂർണ്ണ സജ്ജമെന്നും കരസേനാ മേധാവി. അഗ്നിവീർ NCC വനിതാ കേഡറ്റുകളുടെ പരേഡും വിവിധ ഫ്ലോട്ടുകളും ചടങ്ങിന്റെ ഭാഗമായി. വിവിധ സേനാവാഹനങ്ങളും അത്യാധുനിക ആയുധങ്ങളും പരേഡിൽ അണിനിരന്നു. അയൽ സുഹൃത്തായ നേപ്പാൾ സൈന്യത്തിന്റെ ബാൻഡും ഉണ്ടായിരുന്നു. ഇത് 3ാം തവണയാണ് ഡൽഹിക്ക് പുറത്ത് കരസേനാ ദിന പരേഡ് ഒരുക്കുന്നത്. 24 മുംബൈ.